നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ അറിയോ? തൊട്ടിൽ ബ്രോ. തൊട്ടിൽ. സബ്സ്ക്രൈബ് ചെയ്യാന് കേട്ടില്ലേ? നമ്മ എന്ത് ദേഷ്യം ഉണ്ടാവില്ലേ, അത് തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് എടുത്തു സ്പോട്ടില്. ഈ നായിന്റെ മോനെ പൊങ്ങി പൊങ്ങി, പക്ഷെ ഓക്ക് മനസ്സിലാവില്ലല്ലോ. തുണിയൊക്കെ വെച്ച് അമ്മ കെട്ടും, എന്നിട്ട് ഉറങ്ങണീന്റെ ഇടക്കാവും ഇത് നടുവൊക്കെ കീറിയാണ് അടിക്ക് വെക്കല്. അപ്പൊ ഇറ്റിങ്ങളെ ഈ തലയൊക്കെ വെക്കുമ്പോ ഇറ്റിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇതിപ്പോ ഏതെങ്കിലും മലയാളിയൊക്കെ ആണെങ്കിൽ തലയൊക്കെ വെക്കണം. അത് കുറെ വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ആരെങ്കിലും ഒന്ന് വീണുണ്ടെങ്കിൽ അത്ര ഉള്ളു. എനിക്ക് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും എനിക്ക് റൂമും അറിയുന്ന വീട്ടില് ബുദ്ധിമുട്ടാണ്. ഞാൻ മിക്കവാറും ഫസ്റ്റ് നൈറ്റ് ഇങ്ങനത്തേലൊക്കെ ആക്കാം. അമ്മ വെറൈറ്റി സാധനം ഇറക്കുമല്ലോ. പിന്നല്ല വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് വെറൈറ്റി മീഡിയയിലാണ്. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. എന്താ അറിയില്ല. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. എൻ്റെ കൂടെ ഉള്ളത് അനാഷ് അല്ലേ? പക്ഷെ നാഷ് എന്നാ പറയാ. അത് എന്താ വെച്ചാല് എന്റെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഈ 2002 ജനിച്ചാല് കൊറേ മത്തി കണക്കിന് അനസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ജാമ്യ മില്ലയില് ഡൽഹിയില്, അവിടെ തന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഏതേ അനസിന്റെ തലയൊക്കെ കൊടുക്കുക. അത്രക്കും അനസ് ഉണ്ട് ജാമ്യ മില്ലയില്. മൊത്തത്തില് ഞാൻ പഠിച്ച ക്ലാസ്സിലൊക്കെ 2-3 അനസ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആദ്യം അനാഷ് എന്നാക്കി. പിന്നെ ഞാൻ എവിടുന്ന് എന്തോ ഒരു പേരുണ്ട്, അങ്ങനെ അനാഷ്. ഓക്കെ ആണോ ഇപ്പോ? ഫുൾ ടൈം ഓക്കെ അല്ലേ? എപ്പോഴും തൊട്ടിൽ താഴെ ഇറങ്ങി? തൊട്ടിൽ നിന്ന് ഇപ്പൊ ലാസ്റ്റ് താഴെ ഇറങ്ങിയത് ഏപ്രിൽ 12, ഏപ്രിൽ 11. നിന്റെ ശരിക്കില്ലേ നാഷ്? ഞാൻ നാഷ് എന്ന് പറയട്ടെ. അനാഷ് എന്നാൽ അങ്ങനെ തന്നെ പറയണം അല്ലേ? ഓക്കെ, അനാഷ്. ശരിക്കും നിങ്ങള് മനസ്സിലാക്കുന്നത് എന്താ അറിയോ? തൊട്ടിൽ ബ്രോ. തൊട്ടിൽ. ഇപ്പൊ എല്ലാരും സ്റ്റോറി ഇടുമ്പോ അല്ല, ഞാൻ ആദ്യം ഇങ്ങനെ വീഡിയോയിലൊക്കെ പറഞ്ഞേനി, നമ്മ ഈ 2025 കഴിയുമ്പോത്തിന് എന്താക്കും, ഈ കേരളം മൊത്തം തൊട്ടില്, എന്നിട്ട് AC-ലും സ്ലീപ്പറിലും ഒന്നും ആൾക്കാരുണ്ടാവില്ല, അമ്മായിര് തൊട്ടില് ഫുള്ള്. എന്നിട്ട് ഇപ്പൊ അതായി വരുന്നുണ്ട്. ഈ അടുത്തൊരു കുട്ടി തൊട്ടില് കെട്ടിയല്ലോ, എന്നിട്ട് അതിൽ നിന്റെ കമന്റ് ചെയ്യാൻ കണ്ടു. ഇതാണ് ഞാൻ കണ്ടത്, ഇതാണ് ഞാൻ ആലോചിക്കുന്ന കേരളം, സ്വപ്നം കണ്ട കേരളം. അടിപൊളിയായിരുന്നു അത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു തൊട്ടിൽ കൺസെപ്റ്റ് എങ്ങനെയാ ഈ ഒരു തൊട്ടിലൊക്കെ എത്തുന്നത്? കൺസെപ്റ്റ് അല്ലേ? അതെങ്ങനെ വെച്ചാല്, പണ്ട് ആദ്യമൊക്കെ അമ്മ ജനറലിൽ അമ്മ ടിക്കറ്റ് എടുക്കില്ല, പൈസ ഇല്ലാത്തോണ്ട് ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ എടുക്കലുണ്ടോ? ഇപ്പൊ ഞാൻ ഇപ്പൊ വരുമ്പോ എടുത്തില്ല സത്യം. എന്താ വെച്ചാല്, നിങ്ങൾ പറഞ്ഞ 1:45 ട്രെയിനില്ലേ, അതിൽ കയറിയപ്പോ നമ്മളെ നാട്ടിലൊരു TTR അനസ് ഉണ്ട്. നമ്മ ഇങ്ങനെ കുടുങ്ങണ നേരത്തൊക്കെ മൂപ്പരെ വിളിക്കുക. അപ്പൊ എന്നിട്ട് മൂപ്പരെ വിളിച്ചപ്പോ മൂപ്പര് പറഞ്ഞ് നേരെ ഫൈന് 410 എടുക്കാന്ന്. മറ്റേ അവിടുന്ന് ഇങ്ങോട്ട് എത്ര 120 അങ്ങനെ 410 എടുക്കാന്ന്. അപ്പൊ നമ്മൾ ഇനി TTR വരുമ്പോ എടുക്കാ വിചാരിച്ചു ഇങ്ങനെ നിക്കേന്. ഞങ്ങൾ 2 ആളുണ്ടല്ലോ, 2 ആൾക്ക് 820. അപ്പൊ ആ സങ്കടത്തിൽ ഇങ്ങനെ നിക്കുക. ഒരു ഡൽഹിക്ക് പോവാണെങ്കിൽ അവരെ 510 അങ്ങനെ എന്തോ ഉള്ളൂ. ആ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കാം. അതിൽ TTR ഇതിൽ കൂടെ പോയി അമ്മ മൈൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളിങ്ങനെ കുറെ നേരം ഡോർ സൈഡിലൊക്കെ അങ്ങനെ നിന്ന് നോക്കി. TTR പിടിക്കുകയാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മന്തി തിന്നാലോ, നമുക്ക് ചിലവ് കൊടുക്കാലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലവ്. അതിലിങ്ങനെ നിൽക്കുക. അല്ല, ശരിക്കും പോകുമ്പോ ടിക്കറ്റ് എടുത്തിട്ടാണോ പോവാറ്? ഇല്ല, ഞാന് സത്യസന്ധമായിട്ട് പറയണേ, നമ്മള് ഡൽഹിക്കൊക്കെ പോകുമ്പോ മംഗള അങ്ങനത്തെ തറ ട്രെയിനിലാണെങ്കിൽ ടിക്കറ്റ് എടുക്കില്ല. കാരണം ഫുള്ള് ബംഗാളീസ്, അടി കുത്ത്. അതില് ഇവിടുന്ന് ഡൽഹി പോകുമ്പോ 48 മണിക്കൂറുണ്ട്. അപ്പൊ 48 മണിക്കൂറിന്റെ ഇടയില് ഫുള്ള് ഈ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ ട്രെയിനിൽ തൊട്ടിലിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ നടക്കണ അടി പിടി, പിന്നെ അതേമാതിരി ഇപ്പൊ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ പഠിച്ചോണ്ട് എന്റെ മുമ്പിൽ വെച്ചാണ് നടത്തുക. അപ്പൊ ഞാനത് ഇങ്ങനെ വീഡിയോ എടുക്കണേ. ചിലപ്പോ ഞാൻ ഉറങ്ങി നീച്ചുണ്ടാവും. അപ്പൊ ഉണ്ടാവും ഇവിടെ അടുത്തൊരു വീഡിയോ ഉണ്ടില്ലേ, നേപ്പാളി കുട്ടിക്ക് പയമ്പരി എടുക്കണേ. അതൊക്കെ ആലോചിച്ച് നോക്കി, ഒരാള് തൊട്ടിലേക്ക് കിടക്കുക, അത് പൊട്ടി വീകുന്നൊക്കെ ഓൾക്ക് ഒരു പേടിയില്ല. വീഡിയോ കാണിച്ചിട്ട്
ഹലോ ഗൈസ്, ഞാൻ ഉറങ്ങി നീച്ചപ്പോഴേ ഏതോ ഒരു നേപ്പാളി തള്ള അതിന്റെ കുട്ടീനെ കൊണ്ടുവന്നാണ് എന്റെ തൊട്ടിലേക്ക് എടുത്തിന. അതെങ്ങാനും അതിൽ മൂത്രയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ കാട്ടുക പിന്നെ ഓരോ ദിവസം. പക്ഷെ എനിക്ക് അപ്പൊ നല്ല സന്തോഷമായിട്ടാ. കാരണം എന്താ വെച്ചാൽ ഈ തൊട്ടില് പൊട്ടി വെക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ ആ കുട്ടീനെ അവിടെ കെടുത്തൂലല്ലോ. അപ്പൊ അത്രക്കും വിശ്വാസം ഉണ്ട് ഇന്നിന്റെ തൊട്ടിലിന്. ഇവപ്പൊ വിരുന്നേരായി വന്ന സ്ഥിതിക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ എന്റെ കവറിലുള്ള ഒരു പയമ്പൊരി എടുത്താണ്ടാണ് കൊടുത്ത്. അല്ലെങ്കിലും നേപ്പാളികൾക്കൊക്കെ പയമ്പൊരി എടുത്ത ആദ്യത്തെ മലയാളി ഞാൻ തന്നെ ആവൂലേ. നിങ്ങൾ വേറെ ആരും പേര് പറയില്ലേട്ടാ, എനിക്ക് ടെൻഷൻ ആവും. ഞാൻ തന്നെ എന്റെ അടുക്കാണ് ഞാൻ നല്ല പരിചയപ്പെട്ട ബംഗാളി വെള്ളം അടിച്ചാണ്ട് അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ തെറി കളിക്കാനിട്ടാ. അപ്പോഴാണ് ഈ വെള്ളം ഉദ്ദേശിച്ചിട്ട പട്ടാളക്കാരെ ഇറങ്ങി വന്നാണ്ട് ആ ചെങ്ങായിന്റെ മോറി ഈ വെള്ളത്തുണിയൊക്കെ കല്ലുമ്മല് വെച്ച് തിരുമ്പണമാതിരി പണ്ടാരിമാര് പൊളിച്ചൊക്കെ പൊറാട്ട അടിക്കണ മാതിരി അടിച്ചാണ്ട് പൊളിച്ച് അടി ഇങ്ങോട്ട് കുടുങ്ങിയിട്ട് എലിന്റെ വാല് തൊള്ളയെ കുടുങ്ങിയ പൂച്ചന്റെ മാതിരി ആയിട്ടാ. ഓനഞ്ഞ് മിക്കവാറും ഏതെങ്കിലും ഫേസ് വാഷിന്റെ പ്രൊമോഷൻ വീഡിയോക്കൊക്കെ വിളിക്കാൻ സാധ്യത കേട്ടോ. അമ്മായി നിറം വെച്ചാണ് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയേ. ഓനഞ്ഞ് കേരളക്കാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഓനോട് ചോദിച്ചു UDF സ്ഥാനാർത്ഥിയാണോന്ന്. കാരണം എന്താ വെച്ചാൽ മുഖത്ത് കൈപ്പത്തിന്റെ അടയാളണ്ടേ. പിന്നെ ഞാൻ ഈ ബായിനെ കുറെ നേരമായിട്ട് ചിരിപ്പിക്കാൻ നോക്കിട്ട് അവൻ എത്ര ആയിട്ടും ചിരിക്കില്ലടാ. ഈ ബബിൾക്കൊക്കെ മുടിഞ്ഞോലമാതിരി നെണ്ടും കറി കൊടുക്കണതിന്റെ ഇടയിൽ നെണ്ടും കാല് തൊണ്ടയെ കുടുങ്ങിയ മാതിരി ഇങ്ങനെ ഇരിക്കണ നോക്കിയാ. ഞാൻ പണ്ട് UKG ഇതേമാതിരി ഇരുത്തിരുന്നിട്ടാ പാന്റിൽ മൂത്ര വെച്ചപ്പോഴേ ഞാൻ ഓനത്തെ മൂത്ര വെച്ചണ. അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല. എന്താ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഓങ്ക് ഒരു പയമ്പൊരിയും കൂടി കൊടുത്തിട്ടോ. ഓങ്ക് ഏതായാലും പയമ്പൊരി എല്ലാം ഇഷ്ടപ്പെട്ടു. ഇഞ്ഞിട്ട് ഞാൻ കൊടുക്കൂലേ, ബാക്കി എനിക്ക് തിന്നാനുള്ളതാ. അടിക്ക് ഇറങ്ങി നോക്കിയപ്പോഴേ ഓന്റെ അഞ്ചത്തിന് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാ കണ്ടന്റ് എങ്ങനെ വരുന്നത്? അതെന്താ വെച്ചാല് ഇതിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൂലേ. അപ്പൊ നമ്മള് ഭയങ്കര സന്തോഷത്തില. ഇപ്പൊ ഉറങ്ങി നീച്ചപ്പോ നേപ്പാളി കുട്ടി വന്ന്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ പറയുമ്പോ ഒരു നല്ല ചിൽ മൈൻഡിലിരിക്കണം. നമ്മ ഇങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവരുത്. നല്ലൊരു ചിൽ മൈൻഡിൽ ഇരുന്നിട്ട് നമ്മ ഇങ്ങനെ ഇപ്പൊ ഡൽഹിയിൽ നമ്മ റൂമിന്റെ മേലെ ഇങ്ങനെ നല്ലൊരു ആശ്വാസമുള്ള ഏരിയ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഉണ്ടാക്കും ഓരോന്നും ഇങ്ങനെ പറയാം. അപ്പൊ ഇങ്ങനെ നമ്മളെ ഭാഷ എങ്ങനെയാണ്, കാരണം നമ്മ ചെങ്ങായിമാരുടെ ഇടയിലൊക്കെ ഇങ്ങനെ സംസാരിക്കല്ലേ. ആരും അങ്ങനെ നല്ല പോലെ ഇപ്പൊ ചെങ്ങായിമാരാകുമ്പോ നമ്മളെ നല്ലതൊന്നും പറയില്ലല്ലോ, ഫുള്ള് ഇങ്ങനെ ഊക്കണല്ലേ. അപ്പൊ ഇങ്ങനത്തെ സാധനം മാത്രം കിട്ടി എന്റെ വ്ളോഗ് മുഴുവൻ അങ്ങനെ ആയിരുന്നു. ഇതിലാണ് ക്ലച്ച് പിടിക്കുന്നത് അല്ലേ? വളരെ അക്ഷരസ്ഫുടതയോട് കൂടി സംസാരിച്ച ഒരു വ്ളോഗ് ഇട്ട് നമുക്ക് അതിൽ പോടണമെന്നില്ല. സംസാരമാണ് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ സ്പോട്ടിൽ ഇങ്ങനെ വരുന്നതുണ്ടല്ലോ ഓരോന്ന്. അതായത് എന്താ UDF സ്ഥാനാർത്ഥി അടിച്ചു മുഖം പൊട്ടിച്ച്. ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് കാണുന്നത് ചിലപ്പോ ഇതായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഈ ഒരു ഇതില്ല. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഹിന്ദിക്കാര് മലയാളം പഠിക്കുന്നവരേ ഉള്ളൂ. ഹിന്ദിക്കാര് മലയാളം പഠിച്ചാൽ ഇനി ആരും ഇന്റർവ്യൂ എടുക്കാൻ വരണ്ട, കഴിഞ്ഞ് അടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവരോട് അടി കിട്ടിയ പോലെ തന്നെ അടി കിട്ടാൻ ചാൻസ് കൂടുതലാ. ഈ ഹിന്ദിക്കാരോടൊക്കെ ഇങ്ങനെ പറയുമ്പോ ആരെങ്കിലും തിരിച്ച്. പക്ഷെ വേറെന്താ വെച്ചാല് നമ്മ ഈ ഇപ്പൊ എന്റെ വീഡിയോയിൽ വരുന്ന ഹിന്ദിക്കാരെ കഥ ഓലയിട്ടൊക്കെ നമ്മൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് കയറി ഡൽഹി വരെ നമ്മളിപ്പോ ഒരു 38-40 മണിക്കൂർ ഓല ഒപ്പര ഇരുന്ന് നമ്മളിങ്ങോട്ട് കമ്പനിയായി. ഇവിടൊക്കെ എത്തിണ്ടാവും ഓരോ ഹിന്ദിക്കാര്. എന്നിട്ട് ഓരോരുത്തർ അതിന്റെ ഇടക്ക് തമ്പാക്ക് ഉണ്ടാക്കുമോ, എന്നിട്ട് എനിക്ക് വേണോ വയ്ക്കുമോ. ഞാൻ ഇടക്ക് നാളെ ഒരു ദിവസം വെക്കാൻ നിന്നീനെ. അപ്പൊ എന്നോട് വേറൊരു ബായി പറഞ്ഞു, കുറെ ബായിമാരുണ്ടാവും നമ്മളുടെ കുറെ ഉണ്ടാവല്ലോ. ബായി എൻ്റെ പല്ല രസമുണ്ട് കാണാൻ, അത് കേടരും അങ്ങനെയൊക്കെ പറയും. പിന്നെ ഈ ഉടുപ്പി ഏരിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റിങ്ങൾക്ക് നമ്മൾ ഓല നാട്ടിലെത്തില്ല, ഇന്ത്യക്കാരെ ഏരിയയിലെത്തില്ല. അപ്പോൾ ഓൽക്കൊരു സ്നേഹ. അപ്പോൾ ഓല് എനിക്ക് വടാപ്പാവ്, സവനപ്പ് ഭയങ്കര സൽക്കാരം. നമ്മളില്ലേ ഈ എന്താണ് നമ്മ ഭാര്യ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മമാർ ഇങ്ങനെ ഇട്ടല്ലേ, അതേമാതിരി ഇങ്ങനെ സ്നേഹിക്കുക നമ്മളെ. ഞാൻ നിന്റെ ഇതിലാണ് ഈ തമ്പാക്ക് വിവല് അതൊക്കെ ഞാൻ കാണുന്നത് കേൾക്കുന്നത്. രണ്ട് അടി മോനെ. ശരിക്കും ഈ ബായിമാരെല്ലാരും ഇങ്ങനെ ട്രോളാ. സത്യത്തിൽ പല വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് ട്രാവലിംഗ് വ്ളോഗേഴ്സ് ഉണ്ട്, ട്രെയിനിനെ പറ്റി പറയുന്നവരുണ്ട്, സ്ഥലത്തെ പറ്റി പറയുന്നവരുണ്ട്, ഫുഡിനെ പറ്റി പറയുന്നവരുണ്ട്. പക്ഷെ അതിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരെ ട്രോളി ജീവിക്കുന്ന നാശേ നീ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാന്നുള്ള കണ്ടന്റ് എനിക്ക് എവിടെ നിന്നാ കിട്ടി? അത് എങ്ങനെ ഇപ്പോ എനിക്ക് തോന്നണത് നമ്മ ഫസ്റ്റ് ഞാൻ ഈ ഹിച്ചേക്കിൻ നൊമാഡിനൊക്കെ കണ്ടിനി. അപ്പൊ ഇങ്ങനെ ഓൻ്റെ മാതിരി ഒരു ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ പോയി, ഉത്തരാഖണ്ഡ് പോയി. അവിടെ ഏതോ ഒരു ലോറിക്ക് കൈയാട്ടി, ഹിച്ചേക്കിൻ നൊമാഡൊക്കെ അങ്ങനെയാണല്ലോ പോവാ. അപ്പൊ ഇങ്ങനെ ലോറിക്ക് കൈയാട്ടി ഇങ്ങനെ പോയി. പിന്നെ ഇങ്ങനെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചടക്കൽ തുടങ്ങി. ഇതാണോ ജീവിതം, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? കണ്ട ലോറിക്ക് കയ്യാത്തി, കുളിച്ചിട്ട് 5 ദിവസമായി, ഒരു ചെടിയൊക്കെ മാറ്റിയിട്ട് 3-4 ദിവസമായി, അതൊക്കെയാണ് ജീവിതം. അങ്ങനെ മനസ്സിൽ നിന്ന് തന്നെ ചോദ്യം വരിക.
ഇതൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നേരെ പെരയെ പോയി. അങ്ങനെ പെരയെ പോകുന്ന നേരത്ത് അമ്മ അജ്മീർ കയറി, വെറുതെ ഏതായാലും പോവല്ലേ. അജ്മീർ കയറിയപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അജ്മീറിലൊരു മലയാളക്കാരൻ്റെ ഒരു തങ്ങളുണ്ടേനി. ആ തങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ വലിയ യൂട്യൂബറാണ്, കേരളം അറിയപ്പെട്ട ആളാണ്. അപ്പോൾ തന്നെ എന്നാ എനിക്ക് റൂം ഫ്രീ, നമ്മളൊരു വീഡിയോ എടുത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മൂപ്പര റൂമിലൊക്കെ നിന്ന് ഒരു 4-5 ദിവസം അവിടെയൊക്കെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോഴാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ട് നോക്കി. എനിക്ക് ഇങ്ങനത്തെ ഈ വോയിസ് ഓവർ വീഡിയോ ഞാൻ ഫസ്റ്റ് ആയിരുന്നു. ഒരു ഇന്ദ്രജിത്ത് വ്ളോഗി എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട്, ഓൻ്റെ വീഡിയോ ആണ് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഫസ്റ്റ് കണ്ടീനി. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഈ ട്രെയിനിൽ ഫുള്ള് അടി, ഈ സാധനമൊക്കെ അന്നാ കാണുന്നത്. തമ്പാക്ക് വെക്കുക ട്രെയിനിൽ 2 സൈസ് അടിയ ഉണ്ടാകുക, ഒന്ന് തമ്പാക്ക്, ഒന്ന് മറ്റേ അരേ അരേ ആ മറ്റേ സാധനം. അതെ 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 2 സൈസ് അടിയ ട്രാൻസ്ജെൻഡേഴ്സ് 2 ഇങ്ങനത്തെ അടിയ കേൾക്കാം. അപ്പോൾ ഇവരൊക്കെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ എന്താക്കൂല, മലയാളികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ഭയങ്കര സ്നേഹവും ഇങ്ങനെ ഹിന്ദി അറിയെങ്കിലും മുജ ഹിന്ദി നെയ്മാലും മലയാളി എന്ന് വെച്ചാൽ ഓല് ഇങ്ങനെയൊക്കെ ഒന്ന് തടവും ആക്കിയാണാണ് പോകും. അത്ര തന്നെ, അങ്ങനെയാണ് ഇങ്ങനെ ട്രോളാന്നുള്ള ഒരു ഫസ്റ്റ് അവിടുന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഈ ട്രോളിയിട്ട് ഏതെങ്കിലും ഇന്ത്യക്കാരന്റെ അടുത്ത് നിന്ന് എനിക്ക് അടി കിട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? സിറ്റുവേഷൻ വന്നതെന്ന് വെച്ചാല് ഈ നമ്മ പയമ്പൂരിന്റെ വീഡിയോ അതാ, അതിൽ നല്ല കിട്ടണ ഇന്ത്യക്കാരനതാ. ഓന് എനിക്ക് തോന്നണ ഓൻക്ക് ഞാൻ ഓന്റെ ജീവനേനി, നമ്മ അത്രയും കമ്പനി ആയിന്. ഓൻക്ക് ഞാൻ എന്റെ നമ്പറൊക്കെ കൊടുത്തിന്. ഓനൊരൊറ്റ കോൾ ചെയ്തണോന്നൊരു സംശയമുണ്ട്. കാരണം ഓൻ വർക്ക് ചെയ്യണത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്നിട്ടാണെങ്കിൽ ഓൻക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തണോ ഓൻ്റെ ഒരു ദിവസം കോൾ ചെയ്യുന്നു. ഞാനാകെ പേടിച്ചിന്നേ, ഇതാണെങ്കിൽ 5 മില്യൺ കയറിയ വീഡിയോ ആണ്. ഇതോനറ്റ അറിഞ്ഞാ അറിഞ്ഞാ സീനേനെ. വൈറലായ വീഡിയോ ഡിലീറ്റ് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ അടികിട്ടി ഇന്ത്യക്കാരൻ അയാളുടെ ആയിട്ട് നീ മൊഹബത്തായ വീഡിയോ ഉണ്ട്, അത് ഞാൻ പിന്നെ കണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചേ. ഹലോ ഗൈസ്, 2 ദിവസത്തെ യാത്രക്ക് ശേഷം ഡൽഹിയിൽ എത്താനായപ്പോ ഞാൻ എന്റെ തൊട്ടിലൊക്കെ മടക്കി വെക്കാട്ടാ. ഇത് മടക്കി വെക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ കിട്ടാ. കാരണം ഞാൻ ഉറക്കത്തിലടക്കം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബംഗാളി പറഞ്ഞത് അത്രക്കും സുഖത്തിലാണ് ഞാൻ ഈ 48 മണിക്കൂർ ഇതിൽ കിടന്നതും ഉറങ്ങിയതൊക്കെ. പിന്നെ ഞാൻ ഈ അജ്മീർക്ക് പോണ വെല്ലിപ്പനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടാ. കാരണം എന്താ വെച്ചാൽ ഈ ബംഗാളികളെങ്ങാനും മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം പൂട്ടിപ്പോയി ഓക്കെ നാശി എന്ന് പറഞ്ഞ അക്കൗണ്ട്. നിങ്ങൾക്ക് ഇന്നും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കമന്റിൽ വന്നാണ്ട് തോരക്കിട്ട, എന്നാലേ പെട്ടെന്ന് ഉത്തരം കിട്ടുള്ളൂ. ഈ മൊയന്ത് ഇപ്പോഴും എത്താനായത് അറിഞ്ഞില്ലാവുന്നുണ്ട്. കാരണം ഈ നിസ്കാരത്തിലൊക്കെ അള്ളാഹു അക്ബർ കെട്ടിയ ഈ താറാവിനൊക്കെ കോഴിപ്പീടിയൊക്കെ ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാല് കെട്ടിയാണ്ട് അതിനെ നിർത്തുമ്പോൾ അത് കെടുക്കണമാതിരി കെടുക്കണണ്ടാ. ഈ 2 മലയാളീസ് ഇങ്ങനെ ബ്രെഡും ജാമ്പ് തിന്നണുണ്ട്. അപ്പോൾ ഓലേക്ക് ഇങ്ങനെ കുറെ നേരം നോക്കിന്നപ്പോൾ ഓല എനിക്കും ഒരു ബ്രെഡ് തന്നിട്ടാ, ജാമൊക്കെ കൂട്ടിയിട്ട് ചിപ്സും ഇതൊക്കെ തിന്നാണ്ട് മടുത്തടോ. പിന്നെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാണ്ട് ഇന്നലെ രാത്രി വെള്ളടിച്ചാണ്ട് ആൾക്കാരോട് കച്ചറ ഉണ്ടാക്കിയിട്ട് പട്ടാളക്കാരനോട് ചള്ളക്കടിയിട്ട് ബായിനെ ആശ്വസിപ്പിക്കാൻ പോയിട്ടാ. സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും പെരിച്ചായനും പേപ്പട്ടിനൊക്കെ അങ്ങാടിയിലിട്ടാണ് നാട്ടുകാരെ മുമ്പിലിട്ട് തല്ലണമാതിരി തല്ലിയതിന് ചെറിയൊരു സോറി പട്ടാളക്കാരനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ഈ ബംഗാളിന്റെ കട്ട കമ്പനി ആയിട്ടാ. അന്നെങ്കിൽ മറക്കാൻ കൈലാജിന്റെ ജീവന്റെ പകുതിയാണെന്ന് പറഞ്ഞാണ്ട് ഓന്റെ ഓർമ്മക്ക് ഒരു സാധനം തന്നിട്ടാ. നമ്മളെ പേരന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമർ ഒക്കെ വല്ല തേങ്ങയും മാങ്ങയും വീണാണ്ട് ഷോർട്ട് ആവില്ല. അപ്പൊ ഈ KSEBക്കാര് വന്നാണ്ട് ഒരു പ്രത്യേക തരം ചെമ്പം പേറ്റ് കിട്ടൂല, അതേമാതിരി ഒരു സാധനം എന്റെ കൈമ കെട്ടി. ഞാൻ അവനോട് പറഞ്ഞ എന്റെ മരണം വരെ എന്റെ കൈമൽ ഇതൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടോ. പിന്നെ എനിക്കല്ല പണി ട്രെയിനൊന്നും ഇറങ്ങട്ടെ, എന്നിട്ട് വേണം അവർ നീട്ടിയൊരു ഏറിയാൻ. പട്ടാളക്കാരന്റെ ചെള്ളക്ക് 5 കിട്ടിയപ്പോ നല്ല നിറം കൂടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ചങ്കിനെല്ലാം സന്തോഷമായിട്ട് ഓൻ പറഞ്ഞു ഓന്റെ ഒരു പല്ല് പോയിടുന്നു. ഞാൻ പറഞ്ഞു ഇനി ഡെയിലി പല്ല് വെച്ചാൽ മതി. അപ്പൊ പല്ല് ഇത് സംഭവം വെച്ചാൽ അമ്മ ഇങ്ങനെ സ്പോട്ടിലിട്ട് ഞാൻ അങ്ങനെ ആർക്കും വീഡിയോ ഉണ്ടാക്കുമ്പോ ആരും കേൾക്കാൻ പറ്റില്ല, നമ്മൾ ഫ്ലോ പോയി പോകും. ആരില്ലാതെ ഡൽഹിയില് റൂമിന്റെ മേലെ പോയിട്ട് അങ്ങനെ ഇരുന്ന് പറയണതാണ്. നമ്മ അപ്പം മൈൻഡിലുള്ള ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് പറയണം. പിന്നെ അത് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഓനോട് ഇഷ്ടപ്പെട്ട വീട്, അത് എന്താന്ന് എനിക്ക് അറിയില്ല. ഒരാളെന്നൊക്കെ ഈ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ മോനെ ആരെങ്കിലും ഏതെങ്കിലും എവിടെയും പോകുമ്പോ നിങ്ങളെ വീഡിയോ നിങ്ങൾ കേൾക്കേണ്ട വന്നിട്ടുണ്ട്. ഇത് ഓരോരുത്തർ ഇങ്ങനെ വരിക, ഇത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഓരോ അവിടുന്ന് പ്ലേ ചെയ്യുമ്പോ എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എനിക്ക് നമ്മ അങ്ങനെ ചെയ്യണല്ലേ, എടുത്ത ആരും ഇല്ലാന്ന് അറിഞ്ഞാൽ മാത്രം വീഡിയോ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യണായോണ്ട് നമുക്കൊരു ഇതാണ്. ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നു, മലയാളികളാണോ അല്ലെങ്കിൽ ഹിന്ദിക്കാരാണോ ബെസ്റ്റ്? എനിക്ക് അത് ഈ മറ്റേ കൾച്ചർ വെച്ച് നോക്കുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്. ഇപ്പൊ മലയാളികള് ഇപ്പൊ ട്രെയിനിൽ ഇപ്പൊ നമ്മ പണ്ടൊക്കെ ഞാൻ പറയില്ലേ വെല്ലിപ്പോ എനിക്ക് മരിക്കാൻ നേരത്തെ ഒരു തുണി തന്നീനി, തൊട്ടിലിട്ടാണല്ല നിസ്കരിച്ചോണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെല്ലിപ്പന്റെ വകയൊക്കെ തരില്ലേ, അങ്ങനെയുള്ള ഒരു തുണി. പിന്നെ വെല്ലിമ്മന്റെ തുണി. ഇതേമാതിരി ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് സുബ്രഹ്മണ്യേട്ടൻ ഇതിന് മലക്ക് പോയ തുണി.
അങ്ങനത്തെ ആ തുണിയൊക്കെ വെച്ച് നമ്മ കെട്ടും. എന്നിട്ട് ഉറങ്ങണീന്റെ ഇടക്കാവും ഇത് നടുവൊക്കെ കീറിയാണ്ട് അടിക്ക് വീകല്. അപ്പൊ ഇറ്റിങ്ങളെ ഈ തലയൊക്കെ വീകുമ്പോ ഇറ്റിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇതിപ്പോ ഏതെങ്കിലും മലയാളിയൊക്കെ ആണെങ്കിൽ തലയൊക്കെ വീകണം. അത് കുറെ വീഡിയോ ഉണ്ടല്ലോ. ഹിന്ദിക്കാരെന്താ വെച്ചാല് ഇവര് ഫുള്ള് ഈ തമ്പാക്ക് ഹൈ പവറിൽ നിൽക്കോ. ഇവര് ഈ തമ്പാക്ക് എങ്ങനെ വെച്ചാല് 3-4 മണിക്കൂർ ഇതിന്റെ പവർ ഇങ്ങനെ ഉണ്ടാവും, ഒരു സാധനം ഉണ്ടാവും. എന്നോട് ഓരോരുത്തർ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമ്മൾ അതേമാതിരി വിവരിച്ചു കൊടുക്കണല്ലോ. പക്ഷെ ഞാൻ യൂസ് ആക്കും ഓരോ ദിവസം. എന്താ സംഭവം എന്ന് അറിയണല്ല. വീട്ടിലുള്ള ഉമ്മയൊക്കെ കേൾക്കും. ഇമ്മ പറഞ്ഞാണ് ഉള്ളത് പറഞ്ഞാൽ മതി, ഓരോന്ന് പോലെ ചോദിക്കും, ഉള്ളത് മാത്രം പറയാന്ന്. അതുകൊണ്ട് ഉമ്മ ഉള്ളത് മാത്രമായിട്ടോ പറയണേ, ബാക്കി യൂസ് ആക്കിയില്ല. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂർ പവർ കിട്ടും. അപ്പൊ ഈ ഇന്ത്യക്കാർ ഈ ട്രെയിനിൽ, നമ്മൾ മലയാളീസ് ഇതൊന്നും യൂസ് ആക്കില്ലല്ലോ. ട്രെയിനിൽ ഇറ്റിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ചിലവര് 3 ദിവസം 2 ദിവസമൊക്കെ യാത്ര ഉള്ളവരുണ്ടാവും. നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോണോല്ലേ, UP-ക്ക് പോണോല്ലേ, അവർക്ക് ഇതില്ലാതെ നടക്കൂല. അപ്പോൾ ഇവലൊക്കെ ഇങ്ങനെ അടിച്ചാണ്ട് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുക, നിലത്തായാലും ബാത്റൂമിലായാലും ഇരുത്തിരുന്നോളൂ. അപ്പൊ അതിന്റെ അടുക്ക് ഇപ്പൊ ആരെങ്കിലും ഒന്ന് വീണുണ്ടെങ്കിൽ വായിക്കാ അത്രേ ഉള്ളൂ. അല്ല അതാ ഞാൻ ആലോചിക്കുന്നത്, ഇവല് ഒരുത്തന്റെ തലയേക്കാണ് വീകൊക്കെ ചെയ്യും. വീണിട്ടാണ് അറിയാ. പിന്നെ ഫസ്റ്റ് ഒക്കെ വീകലുണ്ട്. അന്നൊന്നും ഞാൻ ഇത് വീഡിയോ എടുക്കാത്ത ടൈമേനി. പിന്നെയാണ് ഞാൻ ഇത് കണ്ടന്റ് ആക്കി വരുന്നേ. കണ്ടന്റ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മ വീകുമ്പോ വീഡിയോ എടുക്കൂലെങ്കിലും ഇങ്ങനെ കീറിയാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും സംഭവം. അതൊക്കെ നമ്മ വീഡിയോയിൽ കണ്ടാകുമ്പോ ഇപ്പൊ ഈ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാവണ്ടേ ഇത് ഇങ്ങനെ വീണാണെന്ന്. അങ്ങനെ ആദ്യമൊക്കെ തന്നെ. പിന്നെയാണ് ഒരു ചെങ്ങായി ഗിഫ്റ്റ് അയച്ചെന്ന്, എന്റെ പ്രാരാബ്ദം കണ്ടിട്ട് ഈ ഇങ്ങനെ ഒരു തൊട്ടില് തൊട്ടില് ശരിക്കും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ കെട്ടാനുള്ള സ്ഥലമില്ല. പക്ഷെ നമുക്ക് കാണിച്ചു കൊടുക്കാം. തൊട്ടില് കാണിച്ചു കൊടുക്കാം. എങ്ങനെ എന്താ സംഭവം എന്നൊക്കെ തൊട്ടിൽ നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, അത് ട്രാവൽ ബൈ ചിത്രം പറയണാണ്. ഞാനിപ്പോഴത് ഒരു സ്വർഗത്തിലാണ്. അതേപോലെ നമ്മുടെ അനാഷിത നമ്മുടെ തൊട്ടിൽ നമുക്ക് വേണ്ടി അയക്കാൻ പോകുന്നു. ഇവിടെ കെട്ടാൻ സ്ഥലമില്ലായിട്ടാ. ഞാൻ എല്ലാം കൂടി ഇടിഞ്ഞു പൊള്ളി തലയിലൊക്കെ വീണാലേ അതാ പ്രശ്നം. ഭായിമാർക്ക് പ്രശ്നം ഉണ്ടല്ലോ, പക്ഷെ എന്റെ തലയിൽ വീണെങ്കിൽ ഞാൻ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. അയച്ചോട്. ഇത് ഭയങ്കര വിലപിടിപ്പുള്ള സാധനം കേട്ടാ. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇത് ഞാൻ എല്ലായിടത്തും കൊടുക്കലൊന്നുമില്ല. എനിക്ക് താടാതെ എന്റെ വീട്ടിൽ എന്റെ കുട്ടികളൊക്കെ ഒന്ന് ആടട്ടെ. ഇതാ സാധനം കണ്ടോളി, കാണാത്തോൽക്ക്. ഇത് നമ്മള് ട്രെയിനിന്റെ അമ്മ ഇങ്ങനെ ഇരിക്കണ ഭാഗമല്ല ഉണ്ടായ. അപ്പൊ ഇത് നല്ല നീളമുള്ള സാധന. ഇതൊരു ഭാഗത്ത് കെട്ടു കണ്ടാ, ഇതൊരു ഭാഗത്ത് കെട്ടും. ഇത് തിരുമ്പലുണ്ടോ? ഈ തിരുമ്പല് അങ്ങനെ ഇടയ്ക്ക് തിരുമ്പലൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം തിരുമ്പിയില്ല കേട്ടാ. ഇത് ഒരു ഭാഗത്ത് കെട്ടു, അതൊരു ഭാഗത്ത് കെട്ടും, ഇത് വേറൊരു ഭാഗത്ത് കെട്ടും. ഇത് ശരിക്കും തൊട്ടിലാണോ? അല്ല, ഹാമക്ക്. ഇത് നമ്മള് ഫോണൊക്കെ ഇടും ഉറങ്ങുമ്പോ. ഫോണ് പിന്നെ അതേമാതിരി നമ്മൾ തിന്നാനുള്ള സാധനങ്ങള് അതൊക്കെ ഇതിലിടുക. ഉണ്ടാ ഇതിങ്ങനെ ഇട്ടാണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഈ ജനറലിൽ നിന്ന് കുറെ ഫോണ് അമ്മ ഓരോ ബാഗൊക്കെ പോകൂലേ, അതൊന്നും പോകൂല ഇതിലിട്ടുണ്ടെങ്കിൽ. ഇത് നല്ല നീളമുണ്ട്. ഞാനിപ്പോ ഒരു ഇത്ര ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ഇത്രയൊക്കെ രണ്ടാക്കി കിടക്കാം. പക്ഷെ വേണമെന്നുണ്ട് 100 കിലോനാ പോവുള്ളൂ. ഞാനിപ്പോ ഒരു 65 പിന്നെ നേപ്പാളി കുട്ടിയും അത്രയൊക്കെ പോവുള്ളൂ. ചെക്കനൊരു 10-20 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ല 100ന്റെ മേലെ ആണെങ്കിൽ ഇത് പൊട്ടി വെക്കും. അതാണ് സംഭവം. അല്ലടോ, ഇനിയില്ലേ എനിക്ക് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും എനിക്ക് റൂമും അറിയുന്ന വീട്ടില് ബുദ്ധിമുട്ട്. ഞാൻ മിക്കവാറും ഫസ്റ്റ് നൈറ്റ് ഇങ്ങനത്തേലൊക്കെ ആക്കാം. വെറൈറ്റി സാധനം ഇറക്കുമല്ലോ. പിന്നല്ല അല്ല, ഇന്നലല്ലേ മണവാളുടെ കല്യാണത്തിന് പോയപ്പോഴേ പോലെ അവിടെ ക്രെയിനിലാണ് മുട്ടായി കൊടുക്കൽ ഇറക്കിന്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക ഞമ്മ കണ്ടന്റ് ഇതാണല്ലോ, ഇതിലിറക്കും. അത് ഇങ്ങനത്തെ ഒന്നും ആവില്ല. നമ്മ വേറെ ഇറക്കും, യൂറോപ്പിൽ നിന്നോ അങ്ങനത്തെ സാധനം ഇറക്കും. ഇനി നമുക്ക് ആ ബസ്സിൽ തൊട്ടിൽ കെട്ടിയ വീഡിയോ കാണിക്കാം. ഹലോ ഗൈസ്, ആരോടും അടിയൊന്നും കിട്ടാതെ കേരളത്തിലെ ലൈൻ ബസ്സിലൊന്ന് തൊട്ടിലെട്ടി പോകാൻ എന്റെ ഒരു ആഗ്രഹം ഇട്ട് അതൊന്ന് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കിട്ടുമോന്ന് അറിയില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോ തന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കെട്ടാൻ നോക്കിയിട്ട് ആൾക്കാരുണ്ടാവുമ്പോൾ എനിക്ക് കെട്ടാൻ മടിയാവിടെ. എന്താ അറിയില്ല, എനിക്ക് സാധാരണ ഉളുപ്പില്ലാത്തതാണല്ലോ. അപ്പൊ എന്താ അറിയില്ല, ഒരു ചെറിയൊരു 1/2 കിലോ ഉളുപ്പ് വന്ന മാതിരി. ഈ ബസ് കണ്ടക്ടറിന്റെ കട്ട ഫാനായിട്ട് മൂപ്പരിനോട് പറഞ്ഞ് ഇത് തൊട്ടിലെട്ടിട്ട് ബസ് പൊളിയാനാണ് പൊളിയിട്ട് ഞാൻ നന്നാക്കി കൊടുത്തോണ്ട് തന്നെ. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായി. അലിൻ ജോസ് പെരേരി ആറാട്ടനൊക്കെ കക്കൂസ് പോയിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ കക്കൂസാണോ ഇന്ത്യൻ കക്കൂസാണോ എന്ന് വൈത്തലടന്നാണ്ട് നീലക്കുയിൽ ചോദിക്കണ മാതിരി ഇതാ
ഈ ചെങ്ങായിന്റെ ചെറിയ അഞ്ചനെ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് പിന്നെ എവിടെ പോയാലും കമ്പനിക്കാരനാണോണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വത്തക്കള്ളം കുടിച്ചപ്പോത്തിന് ഞങ്ങളിപ്പോ ഡോലു പോലും ആയി. ഇവൻ വത്തക്കള്ളം കുടിക്കാണ്ടിട്ടേ അണ്ണാൻ അയ്മോസത്ത് കുടിക്കണായിട്ടുണ്ട്. എന്തിനാ നമുക്ക് ഇത്ര വലുപ്പമുള്ള ഗ്ലാസ് ഒക്കെ ചെറിയ എന്തെങ്കിലും ഒരു ചായ ഗ്ലാസ് കൊടുത്താൽ മതി. എന്റെ ചെറിയ അഞ്ചനായോണ്ട് പറയില്ല കേട്ടോ. ആളൊരു പല്ലിക്കാട്ടത്തിന്റെ അത്ര വലുപ്പമുള്ളെങ്കിലും ഓന്റെ കൈമിലൊക്കെയാണ് ഒരു ഫോൺ, ഒരു പവർ ബാങ്ക്. ആ ബാഗിൽ വേറൊരു പവർ ബാങ്ക് ഉണ്ട്. അഥവാ ആ പവർ ബാങ്കിന്റെ ചാർജ് കഴിഞ്ഞാലോ ഇവനൊക്കെ മിക്കവാറും ഇന്റെ അത്ര ആകുമ്പോത്തിന് ഫോണൊക്കെ ഒഴിവാക്കിയാണ്ട് ലേപ്പായിട്ട് ആവും കോൾ ചെയ്യുക. അമ്മായിട്ട് ഗെറ്റപ്പിൽ എപ്പോഴൊക്കെ നടക്കണത്. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിട്ട് ഒരു ചായപ്പീടിയെ കയറിയിട്ട് അവൻ ഈ പൊക്കുവട തിന്നണൊക്കെയാണ് ഈ പോത്ത് വത്തക്കത്തോടൊക്കെ തിന്നണ മാതിരി ചമക്കണ്. ഞാൻ ഈ കുട്ടികളുടെ വീട്ടിലുള്ളവരൊക്കെ കാണൂലേ? അല്ല ഇതിന്റെ അഞ്ചനാ, ചെറിയ അഞ്ചന. അപ്പൊ കുഴപ്പമില്ല അഞ്ചനല്ലേ? അപ്പൊ നമുക്ക് എന്തും പറയാം. ഇതേപോലെ നമ്മള് വേറെ ആരെയൊക്കെ പറഞ്ഞ അതിലേക്ക് തോന്നുന്നു മറ്റേ ഇവരെ എന്തോ പറഞ്ഞല്ലോ, ആര്? നീലക്കുയിലിന്റെ ഒപ്പമുള്ള ഒരു വീഡിയോ ഇട്ടീന് ഞാൻ. നീലക്കുയിലിന്റെ വീഡിയോയില് നീലക്കുയിലിനെ ഇന്നലെ കണ്ടീനി ഞാന് മണവാളിന്റെ അവിടെ നിന്ന്. പാവം നീലക്കുയിലിനെ എന്നിട്ട് ഇങ്ങനെ പരിചയമൊക്കെ വിട്ട് അമ്മ ഒരു പിക്കൊക്കെ എടുത്തീനി. നീലക്കുയിലൊക്കെ കാണുന്നുണ്ടാവത്. അതല്ല, ഇതിപ്പോ ബസ്സിൽ കെട്ടിയതാ. ശരിക്കും ഇവിടെ കെട്ടുമ്പോ അവിടെ കെട്ടുമ്പോഴോ എങ്ങനെയാ? അവിടെ കെട്ടുമ്പോഴാ നാക്ക്. എന്താ പറയാ, മലയാളീസ് ഇപ്പൊ നമ്മളെല്ലാരും അറിയല്ലോ. ആർക്കും അറിയില്ലെങ്കിൽ കുഴപ്പമില്ലേ. ഇത് ബംഗാളിക്ക് എന്ത് ഓക്കെ അനാശി അരെ ഭായ് ആ കമ്പനിയാണല്ലോ. ബംഗാളികളെ ട്രോളിന് പോയി ഇവിടെ മലയാളികളെ ട്രോൾ അല്ല അടി വരും നമ്മ പിന്നെ ഞാൻ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് റിയാക്ഷന്, എന്റെ അനാശയോ ഓക്കെ അനാശം ഉണ്ട്. അതിൽ ഈ റിയാക്ഷൻ എന്തിനാ വെച്ചാല് ഈ ഇൻസ്റ്റയിലൊക്കെ ഓരോ റീല് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇഡ്ലി കയറും. അങ്ങനെ കയറി വരുമ്പോ നമുക്ക് തൊള്ളേ തോന്നിയാണ്ട് പറയാ, എന്നിട്ട് പോസ്റ്റ് ആക്കാം. അങ്ങനെ രസല്ലേ, നമുക്കൊരു മനസ്സുഖാണ്. എന്താ സുഖം ഓരോന്നൊക്കെ ഇങ്ങനെ ട്രോളുമ്പോളേ നല്ല നേക്ക. അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ട്രോളിട്ടുണ്ട്? അല്ലെങ്കിൽ എല്ലാരും ട്രോളല്ലേ? നിങ്ങളെ എങ്ങനെ ആരെങ്കിലും ട്രോളിന് കണ്ടിരിക്കുന്നോ? അങ്ങനെ ആരും ട്രോളി ഇല്ല ഇതുവരെ വന്നിട്ട്. ഈ കമന്റ്സ് ഒക്കെ വായിക്കലുണ്ടോ? കമന്റ്സ് വായിക്കാനില്ല. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ചിലവർക്ക് ഈ ബാഡ് കമന്റ് ഒക്കെ ഇട്ടാൽ എല്ലാം കൊള്ളു തോന്നുന്നുണ്ട്. എനിക്ക് പിന്നെ എന്താ അറിയില്ല, അമ്മ പണ്ടേ മുതലേ അങ്ങനെ ഉറപ്പില്ലാതായി ശീലമായോണ്ട് ഒന്നും തോന്നല. ശരിക്കും നെഗറ്റീവ് കമന്റ്സ് എന്തൊക്കെയാ? നെഗറ്റീവ് കമന്റ്സ് ആദ്യമൊക്കെ ഇതുണ്ടേനി, മറ്റേ ബോഡി ഷെയ്മിങ് നമ്മ വീഡിയോയില്. കാരണം ഒന്നാമത് എന്താ വെച്ചാല് എന്റെ ചെങ്ങായിമാരെ സർക്കിൾ അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ കളിയാക്കി അങ്ങനെ ഒരു സർക്കിളാണ് നമ്മ ചെങ്ങായിമാര്. ഇപ്പൊ ചെങ്ങായിമാര് എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷണൽ ആയിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ലവ് ഫെയിലിയർ ആയി, ഉദാഹരണം ലവ് ഫെയിലിയർ ആയി. അപ്പൊ നമ്മളിപ്പോ ഒരാളോട് പറയാം, ഇപ്പൊ എന്റെ ചെങ്ങായിമാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മെല്ലെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് വീഡിയോ ഉണ്ടാക്കിയാണ്ട് പോസ്റ്റ് ആക്കുക. അങ്ങനത്തെ ഒക്കെ മൈൻഡ് സെറ്റ് എല്ലാവർക്കും. ഓക്കെ അനാശെ, ഞാൻ ഫസ്റ്റിൽ കാണുന്നത് ഈ ഒരു തൊട്ടിലും അല്ല, അതിലാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞങ്ങളുടെ വീഡിയോ ഏതാന്ന് പറയാം, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്. എനിക്ക് നിന്റെ പുറകെ പോയാൽ മതി, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു കാശ്മീറും ഇല്ല, ഒരു കസോളും ഇല്ല. എനിക്കിപ്പോ പെരേ പോണം. എനിക്കിപ്പോ പെരയിൽ പോയിട്ട് നല്ല ചൂടത്ത് കിടന്ന് ഉറങ്ങണം. അതപ്പൊ എന്റെ ഇപ്പത്തെ പൂതി. എടാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഞാൻ ചോറ് ബസാർ പോയപ്പോ അവിടുത്തെ കള്ളനെ പോലീസ് ഇടിച്ചോണ്ടേ. പിന്നെ ഞാൻ ഡൽഹിക്ക് വന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കൂടിയത് ഞാൻ വന്ന സമയത്തായി. പിന്നെ ഞാൻ കാശ്മീർ വന്നപ്പോൾ 40 കൊല്ലം കൂടുമ്പോൾ ഇത്രയും തണുപ്പുള്ള വേറെ മുമ്പ് ഉണ്ടായില്ല. നമ്മൾ റീലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അറിയോ, അടിപൊളിയാണ് വിചാരിച്ചു വന്ന. മക്കളെ സത്യം പറയല്ലോ, ഉറങ്ങാൻ കഴിയില്ല. ഉറക്ക് കിട്ടായിട്ട് കരച്ചിൽ വരും. എനിക്ക് കേട്ട് ആരോടാ ചൂടാണ്ടെന്ന് അറിയില്ല. നമ്മൊരു അവസ്ഥ. മലയാളീസൊക്കെ ജീവനും കൊണ്ട് ഓടുക. ഇന്നലൊക്കെ എത്രമാതിരി മലയാളീസ് ഈ നമ്മളെ ഈ കൊണ്ടോട്ടി അങ്ങാടിക്കൊക്കെ ഇറങ്ങിയ മാതിരി ഇഷ്ടമാതിരി മലയാളീസ് ഇറങ്ങി ഓടുക. കാരണം എന്താ വെച്ചാല് കാശ്മീർ എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ 40-50 ദിവസം കഴിഞ്ഞിട്ട് വരാൻ കഴിയുള്ളൂ. അമ്മാതിരി മഞ്ഞ് വീഴ്ചയാണ്. മഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി മേലാല് സത്യം പറയല്ലോ, ഞാൻ ഇനി ഊട്ടിക്കും പോയി. എനിക്ക് ഊട്ടിയൊന്നും ഇനി കാണണ്ട, മിനൂട്ടിക്കും പോലെ മഞ്ഞുള്ള സ്ഥലത്തേക്ക് ഇനി പോകണ്ട. എനിക്ക് ഇനി പെരെ പോയിട്ട് അമ്മ ഈ മറ്റേ പയമ്പൊരി ഒരിക്കുന്ന തളച്ച എണ്ണതാ അയിക്ക് ചാടാൻ പൂതിയാണ്. അല്ലെങ്കിൽ നമ്മളെ പത്തിരിക്കല്ലില്ലേ, പത്തിരി ഇടണേ, അയിമേൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാൻ തോന്നാം. സത്യമാണ്. എനിക്ക് വെയ്യടക്ക് ഇപ്പൊ വിലയിലെത്തണം. എനിക്ക് ഇപ്പൊ വില പോയിട്ട് എനിക്ക് തോന്നി ഈ വീഡിയോ ആണോ ഫസ്റ്റ് വൈറലാവുന്നത്? ഇതാ ഫസ്റ്റ് വൈറലാവണതല്ല, പക്ഷെ ഈ അക്കൗണ്ടിൽ ഈ വീഡിയോ ആണ് ഫസ്റ്റ് വൈറലാണ്. ഞാൻ 2 അക്കൗണ്ട് ഉണ്ട്. ഇതാണ് എനിക്ക് ഭയങ്കര രസമായിരുന്നു. എനിക്കിനി അല്ല ഇതെന്താ പറയാ, നമ്മൾ ഈ ഉള്ളെന്ന് പറയണതും വീഡിയോ ക്രിയേറ്റ് ചെയ്യണതും വ്യത്യാസമുണ്ട്. ശരിക്കും ഇത് ഉള്ളെന്ന് വന്ന സാധനമാണ്. കാരണം പെട്ട് ഞാൻ പറഞ്ഞില്ലേ തോരന്ന്. കാരണം കൈമന്ന് ചോര വരിക. ഞങ്ങളെ കൂടുതലെടുത്തുണ്ട് നിയാസ്, ഞങ്ങളെ നാട്ടിലുള്ളതാ, തടിയനാ, നമ്മളല്ല ആരോഗ്യം, ബോഡി ജിമ്മിനൊക്കെ പോണ. ഓനൊക്കെ ഉണ്ട് തലയിറങ്ങി വീണ അവിടെ. ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഓൻ തലയിറങ്ങി
അമ്മായി ഈ മഞ്ഞിങ്ങനെ അമ്മ എന്നിട്ട് നടന്ന് ഇല്ല ഞാൻ ഇനി പോവില്ല, ഞാൻ തീരുമാനിച്ചാ ഇനിയില്ല മഞ്ഞില്ല കാശ്മീർ ഒന്നും കട്ടും പോവില്ല. കാരണം അന്ന് കണ്ട് മടുത്ത് നമ്മള് ഈ സ്നോഫോള് അതൊക്കെ ഇങ്ങനെ കണ്ട് ശീലമായതല്ലേ. ഇത് അമ്മ വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്നല്ല. ഇത് ഇങ്ങോട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചോർ ബസാറിന് 50 റുപ്യക്ക് 2 ഇത് കിട്ടും ഗ്ലൗസ്. അത് ചോർ ബസാറിന് 50 കബൂത്തർ മാർക്കറ്റിന്റെ ജാക്കറ്റ് അതൊക്കെ ഇട്ടാണ്ടാ പോയിന്. അവിടെ എത്തിയിട്ട് ഇതൊന്നും മതിയാവില്ല മോനെ. അന്നത്തെ ഒരവസ്ഥ. ഇതാണ് ഞാൻ കണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്ത് എനിക്കിപ്പോ ഇത്രയും സീരിയസ്നെസ് ഇല്ല, മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചിങ്ങനെ വെറുതെ ഇത് കണ്ടന്റ് ഒക്കെ അയക്കണത്. ശരിക്കും അനുഭവത്തിന് വെളിച്ചത്തിൽ അനുഭവത്തിന് വെളിച്ചത് ഇതൊന്നും ഇതൊക്കെ നേരെ ഇങ്ങനെ നേരെ പറയാനുള്ളത് ലോകത്തിനോടാണ് പറഞ്ഞ് ഒറ്റ പോസ്റ്റ് ചെയ്യല്. ഒരു ഹാഷ്ടാഗ് ഒന്നുമില്ല. അതങ്ങ് പോയില്ല. പിന്നെ എനിക്ക് ആരോ ഷെയർ ചെയ്ത് കിട്ടിയതാണ് ഈ ഒരു റീല്. ഈ ഒരു വീഡിയോയിൽ ഒരു ബായിനെ ഈ നായിന്റെ മോനിന്റെ സാധനം കൊണ്ട് മുങ്ങിയ ആ ഒരു വീഡിയോ ഇല്ലേ, അതിന്റെ സാധനം എന്തോ എടുത്ത് കൊണ്ടുപോയിട്ട് ആ വീഡിയോ ഞാൻ കാണിച്ചതാ. ഹലോ ഗായ്സ്, ഇന്നലെ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയാണ്ട് ഞാൻ ഇന്ന് ശരിക്കും നാട്ടിലെത്തേണ്ടേന്. എന്നിട്ട് ഈ നായിന്റെ മോന് ഇന്നലെ ഇവിടെ വന്നാണ്ട് ഡെലിവറി കംപ്ലീറ്റ് അടിച്ചാണ്. എന്നിട്ട് ഓൻ നിക്കണ നായിന്റെ മോന്. എന്നിട്ട് ഓന് ഇന്നലെ രാത്രി വന്നാണ്ട് എന്താണ് ഈ സാധനം എന്റെ റൂമിന്റെ അടുത്ത് വന്നാണ്ട് ഡെലിവറി കംപ്ലീറ്റ് അടിച്ച്. എന്നിട്ട് ഇപ്പൊ ഇന്നും അങ്ങനെ വരിക, ഇന്നും ഇങ്ങനെ നല്ലപോലെ വരിക. അത് ചെറുതടിക്ക് കൊടുക്കാൻ നല്ല ദേഷ്യം ഉണ്ടേന്. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഹാപ്പി ന്യൂ ഇയർ. ചാള് കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യാന് കേട്ടില്ലേ? ഇതിപ്പോ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? സബ്സ്ക്രൈബ് അത് അമ്മ എന്താ വെച്ചാലേ എനിക്ക് ആദ്യമായിട്ടൊരു 2 പ്രൊമോഷൻ വന്നി. ഏതൊരു വാച്ചിന്റെയും പിന്നെ അതേമാതിരി എന്തോ ഒരു സ്പ്രേയും അങ്ങനെ കുറച്ച് സംഭവങ്ങള് പ്രൊമോഷൻ വന്നേ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പ്രൊമോഷൻ വരുമ്പോ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ സാധനം കിട്ടിയാൽ നേരെ നാട്ടിലേക്ക് കയറാം അങ്ങനെ വിചാരിച്ച് നിൽക്കേന്. അപ്പണ്ട് ഇവന് ഇത് എത്ര ഒരു സാധനം എത്തില്ല, നല്ല വിലൻ്റെ സാധനമാണ്. എന്നിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്നിട്ട് കൊറിയർ ഓഫീസിൽ പോയേക്ക്. അപ്പോൾ ഓല് പറഞ്ഞ് ഈ ചെങ്ങായി ഇവിടെ വന്ന് ഡെലിവറി കംപ്ലീറ്റ് അടിച്ച് മുങ്ങിയാണ്, ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഓനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഓനെ എത്ര ആയിട്ട് വരാൻ പറഞ്ഞിട്ട് ഓൻ വരില്ല. ഓനോട് എന്നിട്ട് പറഞ്ഞ് ബായ് അത് പൈസ ഒന്നുമല്ല, അത് ഇതാണ് സ്പ്രേ ആണ്, മച്ചാനെ വാ അങ്ങോട്ട് വാ, എനിക്ക് പൈസ എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ അങ്ങോട്ട് വിളിച്ചിരുത്തി. എന്നിട്ട് അമ്മ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ ചെക്കന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് ഓനെ അങ്ങോട്ട് പിടിച്ചിട്ട് ചോക്കിട്ട് 4 അടി അടിക്കാൻ അങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കാം. പക്ഷെ ഓൻ വന്നപ്പോൾ ഓൻ്റെ മുഖം കണ്ടെങ്കിൽ പാവം തോന്നുക, ഒരു മാതിരി മാങ്ങ മുമ്പിയ മാതിരി ഒരു പാവം ചെങ്ങായി. അത് കണ്ടപ്പോൾ നമ്മൾ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവില്ലേ, അത് തീർക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് എടുത്ത് സ്പോട്ടിൽ. ഈ നായിന്റെ മോനെ പൊങ്ങി പൊങ്ങി. പക്ഷെ ഓനക്ക് മനസ്സിലാവില്ലല്ലോ. ഞാൻ അവനോട് ആദ്യം പറഞ്ഞേ ഞാൻ യൂട്യൂബറാണ്, അവിടെ വീഡിയോ എന്റെ നാശാനക്ക് പറ്റിയ കുറെ ആൾക്കാരും ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഈ പറഞ്ഞ കറക്റ്റ് അനക്കായിട്ട് കുറെ എണ്ണത്തിന് ഇറക്കി അങ്ങോട്ട്. എവിടെ എന്താ പഠിക്കുന്നത്? അവിടെ MA അറബി. ഒരു പേരിന് MA അറബി. അവിടെ പോയി പഠിക്കുന്നേ ഇവിടല്ലേ? അല്ല, അതുകൊണ്ടല്ല. ജാമിയ മില്ലിയ ഇപ്പൊ ഇന്ത്യയില് കുറച്ചൊക്കെ ഒരു നല്ല നമ്പർ 1. കാരണം ജാമിയ മില്ലിയ ഇസ്ലാമിയ അവിടെ അങ്ങനെ ഇടയ്ക്ക് അടിയൊക്കെ ഉണ്ടാവലുണ്ട്. അവിടെ പോയിട്ട് MA അറബി. നിങ്ങൾ ഉസ്താദൊക്കെ അയച്ചു വരേണ്ട ആളാണ്. അറബി ലാംഗ്വേജ് അമ്മ പഠിക്കണുള്ളൂ. അത് പിന്നെ എന്തിനാ വെച്ചാല് ഇങ്ങനെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഷയാണ് അറബി. അപ്പൊ പിന്നെ അറബി സംസാരിക്കോ? അറബി സംസാരിക്കല്ലോ. എന്താ പറയണ്ടേ? 4 വാക്ക് പുകഴ്ത്തി പറയും. ഹാദിഹി നൈനിഷ ഇന്നഹ ഇംറഅത്തുൻ ജമീലത്തുൻ ഫി കൈരള അന്നഹ ഖദ് കാലംതുഹ മുൻദു ശഹരിൻ വാഹിദിൻ ഫഅന്നി ലഖീതുഹ ലിഅന്ന ലഹാ ശഖ്സിയത്തുൻ ജമീലത്തുൻ മിസ്ല സൂറതഹ. ഇത് ഇന്ത്യക്കാരെ കാട്ടുന്ന മാതിരിയല്ല. ഇത് നൈനിഷയാണ്. നൈനിഷനെ ഞാൻ ഒരു മാസം മുമ്പ് അമ്മ കോണ്ടാക്ട് ആയതാണ്. പിന്നെ എന്താണ് നൈനിഷ ഇന്നഹ എന്ന് പറഞ്ഞാൽ അവൾ. ഇവൾ സ്വഭാവം പോലെ തന്നെയാണ് എന്ത്
രൂപവും ജമീലത്താണ് സുന്ദരമാണ് മനസ്സിലായ അറബിയിൽ അങ്ങനെയൊക്കെ ഹിന്ദിയിലൊന്ന് ചേട്ടൻ പൊക്കി പറഞ്ഞേ. ഹിന്ദിയിലെ സുഖസുന്ദരായിട്ട് ഹിന്ദി ശരിക്കും നല്ല आप खूबसूरत है, आपका चेहरा अच्छा है, हम 1 महीने के पहले में देखा हुआ, लेकिन हमको 1 साल 2 साल का पहले मुझे चाहिए, आपको देखने के लिए मुझे चाहिए, लेकिन मैं उस वक्त में वायरल नहीं है, मैं वायरल हुआ तो हम लिखाएगा, लेकिन आप वायरल आदमी नहीं है, आप लड़की है, लेकिन आप अभी आप शादी कर दिया, शादी मीन्स मैरिज हो गया, लेकिन आपका देखा तो 17 एज दिखाना है. सच्ची बात है. ഹിന്ദി അറിയാം, അറബി അറിയാം, പിന്നെ ഇംഗ്ലീഷ് പിന്നെ എല്ലാവർക്കും അറിയില്ല. ഇംഗ്ലീഷ് അറിയാം. ലാംഗ്വേജ് പിന്നെ ഇങ്ങനെ പഠിക്കാനാണ്. പിന്നെ കന്നഡ അറിയില്ല. ചെനായതര എൻ കൽസിമാട് ബേക്കു നിന്ന ಹೆಸರು നാന കൂടെ നിദ്ര കുറച്ച് അറിയാം. കാരണം ഞാൻ എന്താ പറയാ, ബാംഗ്ലൂരിൽ ഞാൻ റാപ്പിഡ് ഓടിന് അമ്മ ബൈക്ക് ടാക്സി ഇല്ല, ഊബർ. അമ്മ അന്ന് എന്റെ ചെങ്ങായിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പൊ അവിടെ പോയി നിന്നപ്പോ അമ്മ അങ്ങനെ പൈസ ഒന്നും വേണ്ടേ, അപ്പൊ അങ്ങനെ റാപ്പിഡ് അങ്ങനെ ഓടും. എന്നിട്ട് ഇങ്ങനെ വരും. ആകുമ്പോ നമുക്ക് തോന്നുമ്പോ പണിക്ക് പോയാൽ മതി റാപ്പിഡൊക്കെ. അപ്പൊ ഇങ്ങനെ പോവും. എന്നിട്ട് ഇങ്ങനെ ഈ കന്നഡക്കാരൊക്കെ ബാക്കിൽ ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഈ വേറെ ഭാഷയുള്ളവരോട് ഒരു പ്രത്യേക സ്നേഹം. മിക്കവാറും ഞാൻ കല്യാണം അയക്കലും ഏതെങ്കിലും കശ്മീരിനാവും സാധ്യതയുണ്ട്. കാരണം എന്താ പറയാ, നല്ല സുന്ദരന്മാരാ. ഈ കശ്മീരികളെ കണ്ടതിന് ശേഷം മലയാളിയായിട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നൂല. ക്രഷ് ശരിക്കും പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട് സംഭവം അല്ല, പക്ഷെ ഇല്ല നമ്മളെ ആരും അങ്ങനെ ക്രഷ് എന്നുള്ള നിലക്കല്ല സ്നേഹിക്കണേ. ഞാൻ മനസ്സിലാക്കിയാട്ടാ. എല്ലാരും എന്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാരും എന്നോട് ഇഷ്ടമുണ്ട്. ആ സാധ്യത ഇഷ്ടപ്പെട്ടിട്ട് ഒരാള് കൊറേ പേര്. കാരണം ഇപ്പത്തെ കാലത്ത് പേടിയാണ്. നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ വന്നാൽ റിപ്ലൈ കൊടുക്കാൻ പേടിയാണ്. കാരണം ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന് തന്നെ ഈ മറ്റേ പോസ്കോ അത് ഇത് കേസ് ഭയങ്കര സീനാ. അപ്പൊ നമ്മ കഴിയണം ശ്രമിക്കലുണ്ട്. ഇനി ചിലപ്പോ ഭാവിയിൽ വരും. ഓക്കെ അനാഷ് പിടിയിൽ പഠിച്ചോൻ